പാലക്കാട് വല്ലപ്പുഴയിൽ നിന്ന് കാണാതായ 15-കാരിയെ കണ്ടെത്തി. ഗോവയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. ടി നന്ദഗോപാൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. നന്ദഗോപാൽ, എപ്പോഴാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത്? ആരാണ് കണ്ടെത്തിയത്? അജി, പട്ടാമ്പി ചൂരക്കോട് സ്വദേശിനിയായ ഷഹാനയെ കഴിഞ്ഞ 30-ാം തീയതിയാണ് കാണാതാകുന്നത്. വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പോയ കുട്ടിയെ പിന്നീട് കാണാതാവുകയായിരുന്നു. 5 ദിവസം പിന്നിട്ടിട്ടും കാണാതായതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു പരിഭ്രാന്തി ആ വീട്ടുകാർക്കൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം ഇന്ന് വൈകിട്ടോട് കൂടിയാണ് ഗോവയിൽ നിന്നും ഈ കുട്ടിയെ കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ നിന്നും, കേരളത്തിൽ നിന്നും വിനോദസഞ്ചാരികൾ ഗോവയിലേക്ക് പോയിരുന്നു. അവരാണ് ഈ കുട്ടിയെ തിരിച്ചറിഞ്ഞ് ഗോവ പോലീസിൽ വിവരം അറിയിച്ചത്. തുടർന്ന് ഇവർ ഈ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. ഏതായാലും കുട്ടി വീട്ടിൽ അച്ഛനുമായി സംസാരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ കുട്ടിക്കൊപ്പം ഒരാൾ കൂടെ ഉണ്ട് എന്നുള്ളത് സൂചന ലഭിച്ചിരുന്നു. ഇതിന്റെ രേഖാചിത്രമൊക്കെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടിയെ കണ്ടെത്തുന്ന സമയത്ത് കുട്ടി ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും എന്തിനാണ് ഇങ്ങനെ ഗോവയിലേക്ക് പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ ഇനി കുട്ടിയെ തിരിച്ചെത്തിച്ച ശേഷം ചോദിച്ചറിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഷഹാന സുരക്ഷിതയാണ്. കാമുകനൊപ്പം 6 ദിവസം ഗോവയിലേക്ക് ഒളിച്ചോടുക, അതിനുശേഷം കാമുകനെ ഉപേക്ഷിക്കുക. എന്തായാലും അവന്റെ ആഗ്രഹങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവാം, അവന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിയിട്ടുണ്ടാകാം. എന്തായാലും ആ കുട്ടിക്ക് ഒരു ആപത്തും കൂടാതെ, മറ്റൊന്നും സംഭവിക്കാതെ അതിന്റെ ജീവനെങ്കിലും തിരികെ കിട്ടിയല്ലോ. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഷഹാന ഷെറിൻ എന്ന് പറയുന്ന പെൺകുട്ടി കഴിഞ്ഞ മാസം 30-ാം തീയതി കാണാതാവുകയാണ്. ആ കുട്ടിയെ 5 ദിവസമായിട്ടും കണ്ടുകിട്ടിയില്ല. പിന്നീട് പോലീസിന്റെ അന്വേഷണങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. ഈ 5 ദിവസമായിട്ടും പോലീസ് അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ അതിന്റെ മാതാപിതാക്കളൊക്കെ ആണെങ്കിൽ അത്രയ്ക്ക് ടെൻഷൻ അടിച്ചിട്ട് വല്ലാത്തൊരു അവസ്ഥയിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം അതിനെ ഗോവയിൽ വെച്ച് പിടികൂടി. ഈ വിനോദസഞ്ചാരികളാണ് ആ കുട്ടിയെ കണ്ടുപിടിച്ചത് തന്നെ. കുട്ടി തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പൊന്നും ഇല്ലായിരുന്നു. ഒറ്റപ്പെട്ട നിലയിലാണ് ഈ കുട്ടിയെ കണ്ടുകിട്ടുന്നത് തന്നെ. ശരിക്കും ഇത് ആരും ഗൗരവമായിട്ട് എടുക്കുന്നില്ല ഈ ഒരു വിഷയം. കാരണം കുട്ടിയെ കിട്ടിയില്ലേ, കുട്ടിക്കൊരു ആപത്തും പറ്റിയില്ല, ആരും തട്ടുകൊണ്ടു പോയതല്ല എന്നൊക്കെയുള്ളൊരു സമാധാനത്തിലാണ് ആൾക്കാർ, ജനങ്ങളെല്ലാവരും. പക്ഷെ അത് അങ്ങനെയല്ല. സാധാരണക്കാരായ മാതാപിതാക്കൾക്ക് ഈ ഒരു സംഭവം ഉള്ളിൽ തീ തന്നെയാണ്. രാവിലെ സ്കൂളിലേക്ക് പോകുന്ന മക്കള് മറ്റെവിടേക്കെങ്കിലും ഇങ്ങനെയൊക്കെ ചുറ്റി നടന്നു കഴിഞ്ഞാല് എപ്പോഴും ഇതുപോലെ ഭാഗ്യം ഉണ്ടാവണമെന്നില്ല. അവർക്ക് പലതും സംഭവിക്കാം. തട്ടിക്കൊണ്ടുപോയിട്ട് അവരെ കൊല്ലുക, മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യുക, അവരെ തിരിച്ചു കിട്ടണമെന്ന് പോലും ഇല്ല. ഈ കുട്ടിയുടെ ഭാഗ്യം കൊണ്ടാണ് ഇപ്പൊ തിരിച്ചു കിട്ടിയത്. അതൊക്കെ ഓരോ മാതാപിതാക്കൾക്കും, രാവിലെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്ന ഓരോ മാതാപിതാക്കളുടെ ഉള്ളിൽ തീയാണ്. അവര് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് വരെ അവരുടെ ഉള്ളിൽ നീറിക്കൊണ്ട് തന്നെയാണ് അവരിയ്ക്കുന്നത്. തന്റെ മക്കൾക്കൊന്നും വരുത്തരുതേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട്. ഇതിനൊക്കെ കാരണം ഒരു പരിധിവരെ മാതാപിതാക്കളും ഇതിന് കാരണക്കാരാണ്. ഈ പെൺകുട്ടി പോയിരിക്കുന്നത് അതിന്റെ കാമുകന്റെ കൂടെയാണെന്ന് രേഖാചിത്രം പുറത്തു വിട്ടിട്ടുണ്ട്. ട്രെയിനകത്താണ് ഗോവയ്ക്ക് പോയിരിക്കുന്നത്. എന്നാൽ ഈ പെൺകുട്ടിയെ പിടിച്ച സമയത്ത് ഈ പെൺകുട്ടി ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നുള്ളത്. എന്തായാലും ഈ ഒരു സംഭവം കുട്ടിയുടെ മാനസികാവസ്ഥയൊക്കെ തകരാറിലാക്കി കാണും. എന്തായാലും കുട്ടിക്ക് വൈദ്യപരിശോധനയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ 15 വയസ്സുള്ള ഒരു പെൺകുട്ടി പെട്ടെന്ന് ഒരു ദിവസം തീരുമാനം എടുത്തിട്ട് ഗോവയ്ക്ക് ചാടുകയൊന്നുമല്ല ചെയ്യുന്നത്. ഈ കാമുകനുമായിട്ട് ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ മുന്നൊക്കെ ഇവര് പ്ലാൻ ചെയ്തതായിരിക്കാം. നമുക്ക് ന്യൂ ഇയർ ഗോവയിൽ പോവാം, അവിടുന്ന് അടിച്ചു പൊളിക്കാം, അവിടുന്ന് പിന്നെ നമുക്ക് ഒളിച്ചോടാം, പിന്നീട് നാട്ടിലേക്ക് വരണ്ട എന്നൊക്കെ ഒരുപാട് അവര് കണക്കുകൂട്ടലുകൾ കൂട്ടിയിട്ടാണ് ഈ ഓട്ടം. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം തീരുമാനം എടുക്കുന്നതല്ല ഈ ഗോവയ്ക്കുള്ള ഓട്ടം ഒന്നും. ഏതൊരു പെൺകുട്ടിക്കായാലും ഏതൊരു കൊച്ചു കുട്ടികൾക്കായാലും അറിയാം, ഒരു ദിവസം കൊണ്ട് ഗോവയിൽ പോയിട്ട് ഒരു ദിവസം കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റില്ല എന്നുള്ളത്. അത് നന്നായിട്ട് എല്ലാ കുഞ്ഞു കുട്ടികൾക്കും വരെ അറിയാം. അപ്പൊ ഇത് ഒരു ദിവസം കൊണ്ടുള്ള പ്ലാനിംഗ് ഒന്നും അല്ല. അവൾ ഗോവയ്ക്ക് പോകുന്ന സമയത്ത് ഈ 5 ദിവസം ഈ ഉമ്മയും വാപ്പയും വീട്ടുകാരും സഹോദരങ്ങളും ഒക്കെ അനുഭവിച്ച ആ ഒരു വിഷമമുണ്ടല്ലോ, അത് അവർക്ക് മാത്രം അറിയാവുന്ന ഒരു തരം വേദനയാണ്. അത്ര ആരാശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിൽ വിങ്ങി പൊട്ടി അവരുടെ ആ ഒരു അവസ്ഥ ആ ഒരു വേറെ ലെവല് തന്നെയായിരിക്കും.
ഇതൊന്നും അറിയാതെ ഗോവയിൽ പോയി കിടന്നിട്ട് ഹോട്ടലിലും ബീച്ചിലും പാർക്കിലും മറ്റും അടിച്ചു പൊളിച്ചും ഇവള് കഴിയാണ്. ശരിക്കും ഈ പെൺകുട്ടി ചിന്തിക്കുന്ന കൂടി ഇല്ല വീട്ടുകാരുടെ ആ ഒരു മാനസികാവസ്ഥ. ഈ പെൺകുട്ടിക്ക് എങ്ങനെ ഇത്ര ക്രൂരത കാണിക്കാൻ തോന്നി ഈ മാതാപിതാക്കളോട്? എന്തോന്നായിട്ടൊക്കെ ആയിരിക്കും മക്കളെ വളർത്തി സ്കൂളിലേക്ക് വിട്ട മക്കളൊക്കെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഉമ്മ വാപ്പ, ഇവർക്കൊക്കെ എങ്ങനെ മനസ്സ് തോന്നുന്നു എന്നുള്ളതാ. തീർച്ചയായിട്ടും 15 വയസ്സുള്ള ഒരു കുട്ടിക്ക് മാതാപിതാക്കളോട് കാണിക്കുന്ന ഒരു സ്നേഹം, അറ്റാച്ച്മെന്റ്, അതൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെയാണ് അവളെ കാണാതാവുമ്പോൾ ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന വേവലാതി, ടെൻഷൻ, അതൊക്കെ ഈ മകൾക്കും അറിയേണ്ടതാണ്. പക്ഷെ ഇവിടെ അത് ഉണ്ടായിട്ടില്ല. കാരണം എന്താ? ഇവര് തമ്മിൽ അത്രയ്ക്കുള്ള അറ്റാച്ച്മെന്റ് ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ മാതാപിതാക്കളും ഈ കുട്ടിയും തമ്മിൽ അത്രയ്ക്കുള്ള ഒരു അടുപ്പം മാത്രമേ ഉണ്ടായിട്ടുള്ളായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചതും. ഈ പെൺകുട്ടിയുടെ സാഹചര്യം ഒന്നും നമുക്കറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ മിക്ക അമ്മമാരും ഉമ്മമാരും ഒക്കെ ഒന്നെങ്കിൽ സീരിയലിന്റെ പുറകിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസിന്റെ പുറകിലോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ട് മക്കളെ നോക്കാനൊന്നും നല്ല രീതിയിൽ അവർക്ക് കഴിയാറില്ല. അവരതിനെ മെനക്കെടാറുമില്ല. പിന്നെ 18 വയസ്സ് 15 വയസ്സ് ഒക്കെ ആവുന്ന പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും സെപ്പറേറ്റ് ഒരു റൂം, അതിനകത്തോട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൈകടത്താൻ ചെന്ന് കഴിഞ്ഞാൽ അത് ഇവർക്കൊട്ട് ഇഷ്ടപ്പെടത്തുമില്ല. ഇപ്പൊ ഒളിച്ചോടിപ്പോയ പെൺകുട്ടി മരണം വരെ ഈ ഒരു രീതിയിലായിരിക്കും ആളുകൾ അവളെ വിലയിരുത്തുന്നത്. 15-ാം വയസ്സിൽ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി ഗോവയ്ക്ക് പോയവളല്ലേ എന്നുള്ളൊരു മരിക്കുന്ന വരെ അവൾക്ക് ആ ഒരു പേര് തന്നെ ഉണ്ടാകും. അത് അവളായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചതാണ്, മറ്റാരും ഉണ്ടാക്കി കൊടുത്തതല്ല. ആ ഒരു പേരുദോഷം അത് അവള് തന്നെ സ്വയം വാങ്ങിച്ചു കൂട്ടിയ ഒരു പേരുദോഷമാണ്. അവള് തന്നെയാണ് അവളുടെ ഭാവി നശിപ്പിച്ചത്. അറിഞ്ഞോ അറിയാതെയോ മാതാപിതാക്കൾ ഒരു കാരണക്കാരായി. ഒരു പരിധിവരെ ഈ മക്കളുടെ കാര്യത്തിന് നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കണം. മാതാപിതാക്കൾക്ക് മക്കളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കണം. അത് പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച്, പെൺകുട്ടി ആയാലും ആൺകുട്ടി ആയാലും അവരുടെ ഒരു പ്രായം വരെ നല്ല ശ്രദ്ധ തന്നെ ഉണ്ടായിരിക്കണം. പിന്നെ ഇവള് പോയത് ഒരു ഫർദ മറയാക്കിയാണ് ഇവിടുന്ന് മുങ്ങിയത്. ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ഇവള് തെരഞ്ഞെടുത്ത ഒരു വസ്ത്രമാണ് ഫർദ. ആ മാതാപിതാക്കളോട് അല്പമെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവൾ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. എല്ലാ മാതാപിതാക്കളും വിചാരിക്കുന്നത് എന്താ? തങ്ങളുടെ കുട്ടി നല്ല രീതിയിൽ വളരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മളുടെ പിടിപ്പീഴേട് കൊണ്ട് നിങ്ങളുടെ കുട്ടിക്ക് അവരുടെ ആ ഭാവി നശിപ്പിച്ച് കളയാതിരിക്കുക. അതുകൊണ്ട് അവരുടെ കാര്യത്തിന് കുറച്ച് നല്ല രീതിയിൽ ഒരു കെയറിങ് കൊടുക്കുക. പെണ്ണായാലും ആണായാലും നല്ലതുപോലെ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ കുട്ടിയെ വേണ്ട രീതിയിൽ കെയർ ചെയ്യാഞ്ഞിട്ട് തന്നെയാണ് ഈ കുട്ടി ഈ രീതിയിൽ പോയത്. കാമുകനൊപ്പം 6 ദിവസം ഗോവയിലേക്ക് ഒളിച്ചോടുക, അതിനുശേഷം കാമുകനെ ഉപേക്ഷിക്കുക. എന്തായാലും അവന്റെ ആഗ്രഹങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവാം, അവന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിയിട്ടുണ്ടാകാം. എന്തായാലും ആ കുട്ടിക്ക് ഒരു ആപത്തും കൂടാതെ, മറ്റൊന്നും സംഭവിക്കാതെ അതിന്റെ ജീവനെങ്കിലും തിരികെ കിട്ടിയല്ലോ. മറ്റൊരു ആപത്തും കൂടാതെ കുട്ടിയെ തിരികെ കിട്ടിയല്ലോ. അത്രയെങ്കിലും മനസ്സമാധാനം. ഇനിയുള്ള ഓരോ മക്കളും ഇങ്ങനെയുള്ള തെറ്റുകളൊന്നും ചെയ്യാതിരിക്കുക.